ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ PS പ്രശാന്തിനെതിരെ ഗുരുതര പരാമർശവുമായി കോടതി 2024 ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ ബോർഡ് തിടുക്കം കൂട്ടി. നടന്നത് കോടതിയെയും നിയമ സംവിധാനങ്ങളെയും കബളിപ്പിക്കാനുള്ള നാടകമെന്നും കോടതി വ്യക്തമാക്കുകയാണ്. ശബരിമലയിലെ ദ്വാരപാലക പാളി കൊണ്ടുപോയത് മിനിറ്റ്സിലില്ല. PS പ്രശാന്തിന്റെ അധ്യക്ഷതയിലെ ബോർഡ് വരുത്തിയത് ഗുരുതരമായ പിഴവ്. 2025 സെപ്റ്റംബർ 2-ന് പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകാൻ ബോർഡ് അനുമതി നൽകി. ആ വിവരങ്ങൾ മിനിറ്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. ഇത് അങ്ങേയറ്റം ഗൗരവകരമായ വീഴ്ചയെന്നാണ് ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നത്. അനന്തശം വിവരങ്ങൾ വേണ്ട അനന്തൻ. ഞങ്ങൾ കൊടുത്തുവിട്ടില്ലല്ലോ എന്നതായിരുന്നു പലപ്പോഴും PS പ്രശാന്ത് ഉന്നയിച്ചിരുന്ന ന്യായീകരണം. പക്ഷെ അത് പൊളിയുകയാണ്. കൃത്യമായി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു. എന്തൊക്കെയാണ് കോടതി കണ്ടെത്തുന്നത്? ദിവിഷ്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇന്നത്തെ ഹൈക്കോടതിയുടെ നടപടികൾ ഏറ്റവും നിർണായകമായിരിക്കുമെന്ന്. ഹൈക്കോടതി ഇന്ന് ഈ ഇതുവരെയുള്ള SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവിൽ ഗൗരവമായ കണ്ടെത്തലുകളാണ്, ഗൗരവം എന്ന് പറഞ്ഞാൽ അതീവ ഗൗരവമായ കണ്ടെത്തലുകളാണ് ഹൈക്കോടതി ഇതുവരെയുള്ള അന്വേഷണം വിലയിരുത്തിക്കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് മുഴുവൻ വായിച്ചിട്ടില്ല. പക്ഷേ വായിക്കുന്ന മുറയ്ക്ക് നമ്മൾ ആശങ്കപ്പെടേണ്ട വിവരങ്ങളാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2025 ഇപ്പോൾ ശബരിമല അടക്കം കേരളത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ഭരണം നടത്തുന്ന PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിനെതിരെ എത്രയും ഗൗരവമായ ആരോപണമാണ് ഈ ഓർഡറിൽ ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ PS പ്രശാന്ത് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന ഈ ബോർഡ് സംശയത്തിന്റെ നിഴലിലാണ് എന്ന് കോടതി പലപ്പോഴും എടുത്തു പറയുമ്പോഴും PS പ്രശാന്ത് വളരെ വൈകാരികമായി മാതൃഭൂമി ന്യൂസിനോട് ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതി തന്നെ വന്നു. എന്താണ് തനിക്കെതിരെയുള്ള ആരോപണം എന്ന് പല രീതിയിൽ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമായി PS പ്രശാന്തിന്റെ ഇടപെടൽ എന്താണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ കാരണങ്ങൾ ഇങ്ങനെയാണ്. അതൊരു കഥ പോലെ പറയേണ്ടി വരും. അതായത് 2025 ദ്വാരപാലക പാളികൾ വീണ്ടും കൊണ്ടുപോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ അത് കൊണ്ടുപോകേണ്ട എന്നൊക്കെയുള്ള ഒബ്ജക്ഷനൊക്കെ വന്നതിന് ശേഷമാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ കോടതി കണ്ടെത്തിയിരിക്കുന്നത് 2025 ആ കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് 2024 അതിനുള്ള നീക്കങ്ങൾ നടന്നു എന്നുള്ളതാണ് അതിലേറ്റവും ഗൗരവമായ കാര്യം. 2024 അതായത് 3/9/2024 തിരുവാഭരണം കമ്മീഷണർ സെക്രട്ടറി, ദേവസ്വം സെക്രട്ടറിക്ക് ഒരു കത്തയച്ചതാണ് ഈ നീക്കങ്ങളുടെ തുടക്കം എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആ കത്തിൽ പറയുന്നത് നിലവിൽ ദ്വാരപാലക പാളികളിൽ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ നിറം മങ്ങിയിട്ടുണ്ട്, അതിൻ്റെ പ്ലേറ്റിംഗ് തന്നെ ഇളകി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ കോപ്പർ പ്ലേറ്റ്സ് ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിന് ഗൗരവമായ ഒരു അറ്റകുറ്റപ്പണി വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ കത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ കത്ത് കിട്ടിയ പാടെ PS പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റ് പറയുകയാണ് എത്രയും പെട്ടെന്ന് ആ പാളികൾ നന്നാക്കി തിരിച്ചു കൊണ്ടുവരണം. അതും ആ വർഷത്തെ, അതായത് കഴിഞ്ഞ വർഷത്തെ മണ്ഡലകാലം നവംബറിൽ തുടങ്ങുന്നതിന് മുൻപ്, ഈ അതായത് 11 മാസത്തിന് മുൻപ്, മണ്ഡലകാലം വൃശ്ചികമാസം തുടങ്ങുന്നതിന് മുൻപ് ഈ പണികൾ പൂർത്തിയാക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് PS പ്രശാന്ത് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കത്തിടപാടുകൾ തുടങ്ങിയാണ്. ആ കത്തിടപാടുകളിൽ പതിവ് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്പോൺസർ എന്ന് കണ്ടെത്തുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ തീരുമാനിക്കുന്നു. അയാളുടെ പക്കൽ തന്നെ ഇത് കൊടുത്തുവിടാനുള്ള എല്ലാ ഇടപാടുകളും നടത്തി. അതിൻ്റെ കത്തിടപാടുകളും ഉത്തരവുകളും എല്ലാം പൂർത്തിയാകുന്നത് പിന്നീട് ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ്. അതായത് ഈ നവംബർ മാസം വൃശ്ചിക മാസത്തിൽ ഇത് തുറക്കുന്നതിന് വൃശ്ചികമാസം മണ്ഡലപൂജയ്ക്കായി തുറക്കുന്നതിന് മുൻപാണ്. അതോടുകൂടി ഈ നടപടികളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ഈ ദ്വാരപാലക പാളികളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുത്തുവിടാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. പക്ഷേ ആ വർഷം കൊടുത്തില്ല. 2024 എല്ലാ പേപ്പർ വർക്കുകളും, അതായത് ഉത്തരവുകളെല്ലാം പൂർത്തിയായെങ്കിലും ഈ ദ്വാരപാലക പാളികൾ വൃശ്ചികമാസം തുടങ്ങുന്നതിന് മുൻപ് കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തി തിരിച്ചു കൊണ്ടുവന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ ഉത്തരവിൻ്റെ 22-ാം പേജിലെ 25-ാം പാരഗ്രാഫിൽ കോടതി പറയുന്നു. അത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു, അത് വലിയൊരു ഗൂഢലക്ഷ്യത്തോടെയുള്ള നീക്കമായിരുന്നു എന്നുള്ളത്. അതെന്തിനാണെന്ന് വെച്ചാൽ കോടതി അടക്കമുള്ള നിയമ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയൊരു നീക്കമായിരുന്നു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത് ആ ധൃതി ഈ 2024 അറ്റകുറ്റപ്പണി നടത്താൻ കാണിച്ച ദേവസ്വം ബോർഡ് കാണിച്ച ധൃതി അത് കെട്ടിച്ചമച്ച ധൃതിയാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ ദ്വാരപാലക പാളികൾ കൊണ്ടുപോകുമ്പോൾ കോടതിയുടെ കണ്ണ് കെട്ടിക്കൊണ്ട് കൊണ്ടുപോകാനുള്ളൊരു നീക്കം 2024 തുടങ്ങി വെച്ചു, എന്നിട്ട് കൊണ്ടുപോയില്ല. അപ്പോൾ
അപ്പോൾ അവിടെ അത് ബ്ലോക്കായി. അതിനുശേഷമാണ് പിന്നീട് ഈ 2025 ഇത് വീണ്ടും സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ കടത്തിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് കോടതി നേരത്തെ പറഞ്ഞത് ഇതിൽ ഗുരുതരമായ ഒരു നീക്കം അത് 2019 കൊള്ള മറയ്ക്കാൻ വേണ്ടി നടത്തി എന്നുള്ളത്. ഇത് കൂടാതെ കോടതി കണ്ടെത്തിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നീക്കങ്ങൾ ഈ 2025 ഈ ദ്വാരപാലക പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടാൻ ഇറക്കിയ ഉത്തരവ്, ബോർഡിന്റെ ഉത്തരവ്, ആ ഉത്തരവ് മിനിറ്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. മിനിറ്റ്സുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പരാമർശമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ മിനിറ്റ്സിൽ എന്തുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്താതിരുന്നതിന് കോടതി പറയുന്നത് അത് ഗൗരവമായ കുറ്റമാണ്, അത് സൂക്ഷ്മമായ പരിശോധന അർഹിക്കുന്ന ഒരു നടപടിയാണ്. അതായത് 2024 മുതൽ 25 വരെ ഈ ദേവസ്വം ബോർഡ്, PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് നടത്തിയിരിക്കുന്നത് നിഗൂഢമായ അല്ലെങ്കിൽ ദുരൂഹമായ നടപടികളാണ്. മാത്രമല്ല 2024 ഈ പാളികൾ കൊണ്ടുപോകാൻ വേണ്ടി നടത്തിയിരിക്കുന്നത് ഒരു കൺകെട്ട് വിദ്യ അല്ലെങ്കിൽ കോടതിയെയും ജുഡീഷ്യൽ സംവിധാനത്തെയും കബളിപ്പിക്കാനുള്ള ഒരു നീക്കം എന്ന് മാത്രമാണ് ആ ധൃതിയെക്കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിന് എന്തോ ഒരു ദുരൂഹമായ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതുതന്നെയാണ് കോടതി ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ കോടതി ഈ ഉത്തരവിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, നേരത്തെ ഞങ്ങൾ പരിശോധിച്ചതിന് അപ്പുറം കുറേയധികം മഹസറുകളും രജിസ്റ്ററുകളും മിനിറ്റ്സുകളും ഞങ്ങളുടെ പക്കൽ വന്നു. അത് പരിശോധിച്ചപ്പോൾ മുൻപ് കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് മുൻപിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. അതിനൊപ്പം ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ വാതിൽ അത് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ വാർത്ത നൽകിയതാണ്. അതിൽ കുറേയധികം ക്രമക്കേടുകൾ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഈ വാതിലുകൾ പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ തട്ടിയെടുത്തു എന്നുള്ള സംശയമാണ് ഉയർത്തുന്നത്. അതിനൊപ്പം തന്നെ കോടതി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കവുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് കോടതി എത്തിയിരിക്കുന്ന ഒരു വിലയിരുത്തൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് പുരാവസ്തു കള്ളക്കടത്തുകാരൻ്റെ രീതിയിലുള്ള ഒരു ഇടപെടലാണോ അവിടെ നടത്തിയത് എന്നുള്ളതാണ്. അതിന് കോടതി പറയുന്നത് ഈ അന്താരാഷ്ട്ര ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, അതായത് സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര കുറ്റവാളി, അയാളെ പോലെ ഒരു പുരാവസ്തു കച്ചവടമാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ലക്ഷ്യമിട്ടതെന്നാണ് ഈ ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുറെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ശബരിമലയിൽ വലിയ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. അതായത് ശബരിമലയിലെ സന്നിധാനത്ത് ശ്രീകോവിലുള്ള ഏത് ഉരുപ്പടിയുടെ അളവും എടുക്കാനും അതിൻ്റെ പകർപ്പ് ഉണ്ടാക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചു. അവിടെ അയാൾ പകർപ്പെടുക്കാത്ത ഒരു സാധനവും ഉണ്ടാകില്ല. അങ്ങനെ എടുക്കുന്ന പകർപ്പുകൾക്ക് അന്താരാഷ്ട്ര ടെമ്പിൾ ആർട്ട് മാർക്കറ്റിൽ എന്താണ് അതിൻ്റെ മൂല്യം എന്നറിയാമോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അത്തരം ഇടപാടുകൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടോ എന്നുള്ള ഗൗരവമായ സംശയമാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. അതിൽ SIT വിശദമായ അന്വേഷണം നടത്താനും പറഞ്ഞിരിക്കുന്നു. ഏതായാലും 2019 നടത്തിയ കൊള്ളയുമായി ബന്ധപ്പെട്ട് 2025 ദേവസ്വം ബോർഡിനും സമാനമായ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, ഈ വിവാദത്തിന്റെ തുടക്ക സമയങ്ങളിൽ PS പ്രശാന്ത് പറഞ്ഞിരുന്ന പ്രതികരണങ്ങളിൽ അദ്ദേഹം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അതായത് ഞങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ ഒരു ജാഗ്രത കുറവുണ്ടായി, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണമായിരുന്നു എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ 2024 ഇത്രയധികം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ ഈ 2025 ഈ നടപടികളിലേക്കൊക്കെ പോയപ്പോൾ ഒരു ജാഗ്രതയും ഇല്ലാതെയാണോ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പ്രവർത്തിക്കേണ്ടത്? അപ്പോൾ നേരത്തെ കോടതി തന്നെ സൂചിപ്പിക്കുന്ന പോലെ ഒരു വലിയ തോതിലുള്ള കൺകെട്ട്, അല്ലെങ്കിൽ ഇവിടെ പലതും നടത്താനുള്ള ഒരു പരീക്ഷണം എന്ന നിലയ്ക്കൊക്കെ ആയിരുന്നോ 2024 ഈ നീക്കങ്ങൾ? തീർച്ചയായിട്ടും അതൊരു ഗൗരവമായിട്ട് പറഞ്ഞു. അതായത് ആ കോടതിയുടെ ഉത്തരവിൽ തന്നെ പറയുന്നത്, ഡെസ്പൈറ്റ് ദ പർപ്പർട്ടഡ് അർജൻസി ദി ദ്വാരപാലകാസ് വെയർ നെവർ ടേക്കൺ ഫോർ റിപ്പയർ ബിഫോർ ദി കമൻസ്മെന്റ് ഓഫ് ദി ടെമ്പിൾ സീസൺ ഓൺ 15 November 2024. അതായത് ഈ നവംബർ 15, 2024 മുൻപ് ദ്വാരപാലക പാളികളിലെ കേടുപാടുകൾ തീർത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് സ്വർണ്ണം പൂശിച്ച് തിരിച്ചു കൊണ്ടുവരാൻ ധൃതി കാണിച്ചിരുന്നു PS പ്രശാന്ത് എന്നാണ് നേരത്തെ കോടതി പറഞ്ഞിരുന്നത്. വിച്ച് കൺക്ലൂഡഡ് ഇൻ January 2025. അതായത് 2025 മകരവിളക്കോടെ അവസാനിച്ച ആ തീർത്ഥാടന കാലത്തിൽ ഈ നടപടികൾ പൂർത്തിയായില്ല. This by itself clearly demonstrates that the plea of urgency was contrived, lacking in bona fides and intended only to circumvent the judicial safeguards in place. അതായത് കെട്ടിച്ചമച്ച ഒരു ധൃതിയായിരുന്നു 2024
PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് കാണിച്ചതെന്നാണ്. അത് മാത്രമല്ല, അത് എന്തിനു വേണ്ടിയാണെന്നും കോടതി ഈ ഉത്തരവിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ജുഡീഷ്യൽ സേഫ് ഗാർഡ്സിന്റെ കണ്ണുകെട്ടാനായിരുന്നു. അതായത് അവിടെ ഏത് രീതിയിലുള്ള സുരക്ഷയാണ് ജുഡീഷ്യറിയുടെ അടക്കം ഉൾപ്പെടെ ശബരിമലയിലുള്ളത്, അതിനെയെല്ലാം പറ്റിക്കാൻ വേണ്ടി നടത്തിയ ഒരു കെട്ടിച്ചമച്ച കഥയായിരുന്നു, കെട്ടിച്ചമച്ച ധൃതിയായിരുന്നു എന്ന് കാണിച്ചത്. അതിനുശേഷം അവർ കൃത്യമായി ഈ കണ്ണുകളെല്ലാം വെട്ടിച്ചുകൊണ്ട് 2025 അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുകയും ചെയ്തു. പക്ഷേ അത് പിടിക്കപ്പെട്ടു. അതാണിപ്പോൾ ഈ വലിയ അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നതെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്.